ഇന്ന് കേരളത്തിൽ ഏറ്റവും സുലഭമായി കിട്ടുന്നൊരു കാര്യം ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഉത്തരം പറയാം, ലോൺ. കാറിന് ലോൺ, വീടിന് ലോൺ, സ്ഥലം വാങ്ങാൻ ലോൺ, കല്യാണം കഴിക്കാൻ ലോൺ, ഡൈവോഴ്സ് നടത്താൻ ലോൺ, ശവസംസ്കാരത്തിന് വരെ ഇന്ന് ലോൺ കിട്ടും. എന്തിന്? ഈ ലോൺ വാങ്ങാൻ പോകാനുള്ള വണ്ടിക്കാശിന് പോലും ഇന്ന് ലോൺ കിട്ടും. അങ്ങനെ ലോൺ എടുത്ത് കുത്തുപാള എടുത്തൊരു മനുഷ്യൻ്റെ കഥയാണ് നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ ഇനി പറയാൻ പോകുന്ന ഹാസ്യരൂപകം. അയ്യോ 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 എൻ്റെ പൊന്നോടെ തമ്പുരാനെ, എനിക്ക് എന്തിനിങ്ങനൊരു ജീവിതം തന്നു. ഒരു ഭർത്താവുണ്ട്, ലോകത്തുള്ള ബാങ്ക് മുഴുവൻ കയറി ഇറങ്ങി നിരങ്ങി എല്ലായിടത്തുനിന്നും വായ്പ എടുത്ത് കുടുംബം മുടിക്കാനായിട്ട് ജനിച്ചൊരു ഭർത്താവ്. എൻ്റെ ദൈവമേ, ഇപ്പൊ എങ്ങാണ്ട് കറങ്ങാൻ പോയിരിക്കുക. കറങ്ങി തിരിഞ്ഞിങ്ങോട്ട് കയറി വരും, ഇങ്ങോട്ട് പോരട്ടെ ഇന്നത്തെ ദിവസം. അയ്യോ എന്നെ തല്ലുന്നേ. ശരി, ഭർത്താവില്ലാത്ത സമയത്ത് നാട്ടുകാരോട് ഭർത്താവിന്റെ കുറ്റം പറഞ്ഞു കൊടുക്കണം. എല്ലാവരും വൃത്തികെട്ടവളെ. എന്റെ പൊന്നു മനുഷ്യൻ, ഞാൻ പറയുന്നതാണ് കുഴപ്പം, നിങ്ങളുടെ പ്രവൃത്തിക്കല്ലേ കുഴപ്പം. എന്റെ പ്രവൃത്തിക്ക് എന്തായാലും കുഴപ്പം. നിങ്ങൾ ലോകം മുഴുവൻ നടന്ന് ബാങ്കിൽ കയറി നിരങ്ങി എല്ലായിടത്തും വായ്പ എടുത്ത് കൂട്ടിയില്ലേ? പിന്നെ നിന്നെ രണ്ട് പിള്ളേരെ പിന്നെ ആരും നോക്കി നടത്തോളൂ. അടയ്ക്കണ കാര്യം നീ ശ്രദ്ധിക്കണ്ട, എടുക്കണ കാര്യം ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളൊരു അക്ഷരം വേണ്ടി പോരുത്. നിങ്ങളോട് തേങ്ങ വാങ്ങിച്ചോണ്ട് വന്ന മനുഷ്യ ശാന്തേ, ഒരവസ്ഥ ചെയ്ത് പോലീസുകാരനും പറ്റും. തേങ്ങ അല്ലേ പ്രശ്നം, ഇപ്പൊ വാങ്ങിച്ചോണ്ട് വരാം. പിന്നെ ഒരു കാര്യം, തേങ്ങ എന്ന് പറഞ്ഞാല് ഈ മുഴുപ്പ് വേണോ അതെ ഈ മുഴുപ്പ് വേണം? മുഴുപ്പ് ഈ മുഴുപ്പ് തന്നെ വേണം. പക്ഷേ ഇതുപോലെ ആകരുത്, അതിനകത്ത് വല്ലതൊക്കെ ഉണ്ടാവണം. നിന്നെ ഇന്ന് ഞാൻ ശരിയാക്കോടി. നിങ്ങളൊരു അക്ഷരം വേണ്ടത്. ഇന്ന് നിങ്ങൾ നേരെയാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അതെന്താണ്, നീ വീട്ടിൽ പോയി കാണാം? അയ്യോ അതല്ല, ഇന്ന് ഇങ്ങോട്ട് ഉപദേശിനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങേര് നിങ്ങൾ ഉപദേശിച്ച് നേരെയാക്കും. എന്നെ ഉപദേശിച്ച് ശരിയാക്കും. ഉപദേശിച്ച് എത്ര മണിക്കാണ് ഇവിടെ വരണത്? 11 മണിക്ക്. 11 മണിക്ക്? അപ്പൊ അതുവരെ എനിക്ക് ഇടിക്കാല്ല. മതില് അയ്യോ അയ്യോ എന്നെ കൊല്ലുന്നേ. മക്കളെ പോറ്റി വളർത്തി അവർ എന്നോട് മത്സരിക്കുന്നു. പ്രൈസ് ലോർഡ് കർത്താവേ, പ്രൈസ് ലോർഡ് കർത്താവേ. പാവപ്പെട്ട അനാഥനായ ഒരു കുട്ടിയെ അവനെ എടുത്ത് വളർത്തിയട്ടെ. പാവപ്പെട്ട ഒരു തിരുമേനി എടുത്ത് വളർത്തിയട്ടെ, പോറ്റി വളർത്തിയട്ടെ. ആ കുട്ടി വളർന്ന് വലുതായി അവൻ വലിയവനായി കഴിഞ്ഞപ്പോഴേ അവനോട് മത്സരിക്കുന്നു, അപ്പനോട് മത്സരിക്കുന്നു. ഇത് നീച്ചമല്ലേ? പ്രൈസ് ലോർഡ്. പത്രോസേ, ഞാനൊന്ന് ചോദിക്കട്ടെ. ഈ ഭവനത്തിൽ എന്താണ് നടക്കുന്നത്? ഇതാണ് ഈ ഭവനത്തിൽ നടക്കുന്നത്, മനസ്സിലായോ? നിങ്ങൾ പ്രശ്നം പരിഹരിക്കാൻ വന്നാണോ ഉണ്ടാക്കാൻ വന്നതാണോ? ശാന്തമ്മേ വിഷമിക്കട്ടെ, ശാന്തമ്മ ഒന്നുകൊണ്ട് വിഷമിക്കട്ടെ. കർത്താവേ, ശാന്തമ്മയുടെ എല്ലാ പ്രശ്നങ്ങളിലും മറുപടി വേണ്ടിയിട്ട് ഈ നിൽക്കുന്ന പത്രോസിന്റെ വചനങ്ങൾ പാടി കേൾപ്പിക്കണം, വചനങ്ങൾ പറഞ്ഞു കേൾപ്പിക്കണം. ഗ്ലോറി ഗ്ലോറി. പാറയാകുന്നു എന്നാ വെടിമരുന്ന് വെച്ച് എന്നെ കണ്ടു പൊട്ടിക്ക്. കർത്താവേ, അറിയുന്നു. അവൻ ചിന്തിക്കുന്നില്ല, അവൻ പറയുന്നില്ല, അവൻ കേൾക്കുന്നില്ല, അവനെല്ലാം അറിയുന്നു. വചനങ്ങൾ പ്രകാരം നിന്നെ ജീവിപ്പിക്കാൻ പോവുകയാണ്. വചനങ്ങൾ വായിക്കുക. അവർ തോറ്റു മടങ്ങി. കാരണം ഐക്യമില്ലായ്മ. കർത്താവേ, ഐക്യമില്ല. അവൻ തിരിച്ചു വരുന്നു. അവൻ വരുന്നു. എന്റെ ഉപദേശം ആര് വരുന്ന കാര്യം? എടി ശ്രീശാന്ത് ടെസ്റ്റ് ക്രിക്കറ്റ് തോറ്റത് തിരിച്ചു വന്നെന്ന്. പത്രം വായിക്കാതെ ബൈബിൾ വായിക്കണം. ഞാനല്ലാതെ നിനക്ക് വേറെ ദൈവമില്ല. ഉപദേശി മാറിക്കേ, ഇവനാണ് ദൈവം. ദൈവം നിൽക്കണ്ടേ ഡോളം നോക്കി പൊക്കണം. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അതെ, ഈ അയൽക്കാരൻ എന്നുള്ളത് അയൽക്കാരിൽ നിന്നാക്കി തരാൻ പറ്റുമോ? അന്യന്റെ ഭാര്യയെ മോഹിക്കരുത് സാത്താനെ. അനിയന്റെ ഭാര്യയെ മോഹിക്കാവാ? വചനങ്ങളെ കയറുന്നത് ആ 17-18 വായിച്ചേ. മത്തായിയുടെ സുവിശേഷം 17-18 ഒന്ന് വായിക്കണം. അങ്ങനെ കർത്താവേ, ഞാനൊന്ന് ചിന്തിക്കുകയാണ്, ഞാനൊന്ന് ആലോചിക്കുകയാണ്. ദൈവത്തിന്റെ വചനം എത്ര നല്ലവനാണ്, എത്ര സുന്ദരനാണ് അവൻ. പണമുള്ളവൻ പുട്ട തിന്നവൻ, പണമില്ലാത്തവൻ മടി കാരണം അവൻ പൊട്ടി വാരി തിരിഞ്ഞു കുഞ്ഞാടി. മത്തായിയുടെ 14-15 എടുത്ത് നോക്ക്. ഉപദേശി 12-13 ഞാൻ പറയാം. മനസ്സിലായില്ല? എന്റെ പൊന്നു മനുഷ്യ, തിരുവചനത്തിന്റെ കാര്യം പറഞ്ഞു. കൈവിട്ടു പോകും.
പത്രത്തിൽ ഈ ഒരു കാര്യം മനസ്സിലാക്കണം. ആകാശത്തിലെ പറവകൾ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിച്ച് വെക്കുന്നില്ല. നിർത്തുപോയി ഇതുങ്ങളൊന്നും കല്യാണം കഴിക്കില്ല, പിള്ളേരും ഉണ്ടാവില്ല, ബാങ്കിൽ നിന്നൊന്നും ലോൺ എടുക്കണില്ല. വിവാഹം സ്വർഗത്തിൽ നടക്കുന്നു, സ്വർഗത്തിൽ. ആര് പറഞ്ഞു? എന്നിട്ട് ഞങ്ങളുടെ ഭാഗം നടന്ന് ഓഡിറ്റോറിയത്തിൽ വെച്ചാണല്ലോ. പത്രത്തിൽ ഈ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ കർത്താവ് കാനായിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കി മാറ്റിയവനാണ്. ഇവക്കടെ അന്യത്തിലെ കല്യാണത്തിന് ഞാൻ ഇത്തിരി വെള്ളം വീഞ്ഞാക്കിയിട്ട് 14 ദിവസം റിമാൻഡിൽ കിടന്നു. അറിയാമോ? കർത്താവേ, എന്റെ കൺട്രോൾ തരും, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. വചനങ്ങൾ വായിക്കുവിൻ. വചനങ്ങൾ വായിക്കാൻ എന്റെ കൈകൾ കിട്ടും, എനിക്ക് നീണ്ടിരിക്കാൻ പറ്റുന്നില്ല. ഈ കർത്താവേ, പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. പോയിട്ടില്ല. മരം വെട്ടുകാരനായിരുന്നു എന്റെ അപ്പൻ. കർത്താവേ, മരമെട്ടുകാരൻ. എന്റെ അമ്മയെ കയറി പിടിച്ച റേഞ്ചർ സാഹിബിന് സാഹിബ്. 2 വെട്ടിന് 2 തുണ്ടമാക്കി എന്റെ രണ്ട് അപ്പൻ തുണ്ട. ജയിലിൽ പോകുമ്പോ എനിക്ക് 9 വയസ്സ്. 9 വയസ്സ്. ലേലം 3 പേരും കൂടെ എത്ര പ്രാവശ്യം കണ്ടു? 3 പ്രാവശ്യം. 3 പ്രാവശ്യം. വാ വാടാക്കിട്ട് ഇവിടെ വരാ. വേണ്ട, എന്നെ ഇടിക്കണ്ട. ഇങ്ങോട്ട് വരാ. അല്ലേ ഞാൻ അമ്മയെ വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് വരാം. അയ്യോ, ഇവിടെ അങ്ങോട്ട്. നീ വാ, നീ വാ. ഈ പഞ്ചായത്ത് വചനമായിട്ട് കൊണ്ടുപോകുന്നു. സന്തോഷസൂചകമായി ഇങ്ങനെയുള്ള സാധനങ്ങളിലാണ് ഉപദേശിക്കാൻ വിളിച്ചിട്ട് വന്നേക്കണത്. അയ്യോ, ആണോടി? ഞാൻ അറിഞ്ഞിട്ടാണോ? ഇന്നല്ലാതെ നീയല്ലേ അതുങ്ങളൊക്കെ വിളിച്ചത് വന്നത്? അപ്പുറത്തെ ലീലാമ്മയുടെ വീട്ടിലെ ഉപദേശം ഇല്ല. അല്ല, ഞാൻ പറയട്ടെ. മനുഷ്യൻ ഒരു കാര്യം ഞാൻ പറഞ്ഞു. എന്താടി? ഇനി ഏതെങ്കിലും ബാങ്കിൽ കയറി ലോൺ എടുത്തെന്ന് ഞാനോ എന്റെ മക്കളോ പറഞ്ഞാൽ ആ നിമിഷം ഞങ്ങൾ കെട്ടിത്തൂങ്ങും. ആ കെട്ടിത്തൂങ്ങും കാര്യങ്ങളുള്ള ലോൺ എടുക്കാൻ. വേണ്ട, നിങ്ങൾ തവണ കിഡ്നി വിൽക്കാൻ ആ കാശ് ഒപ്പിച്ചോളാം. കിഡ്നി വിൽക്കാൻ ഇപ്പൊ ലോൺ കിട്ടും. ദൈവമേ, വാതുറന്ന വായ്പയുടെ കാര്യം മാത്രമേ ഇത് ഞാൻ പറയാനുള്ളൂ. എക്സ്ക്യൂസ് മീ. അരെ, അയ്യോ, എന്നെ ഒന്നും ചെയ്യല്ലേ. ഈ മടത്തിപ്പറമ്പിൽ പത്രോസ്. അത് ഞാനാണല്ലോ. പത്രോസാണോ? അതെ. ഞാനാരെന്ന് മനസ്സിലായി? ഇല്ല. ഞാൻ ചെട്ടിക്കുളങ്ങര ബാങ്കിന്റെ മാനേജർ പീതാംബരൻ. ആരെങ്കിലും ആവട്ടെ. ആരെങ്കിലും ആയിക്കോട്ടെ. നിങ്ങൾ ഞങ്ങളുടെ ബാങ്കിൽ നിന്ന് കുറച്ച് പൈസ ലോൺ എടുത്തിരുന്നു. നിങ്ങളുടെ ബാങ്കിൽ നിന്നല്ല, കേരളത്തിലെ മിക്ക ബാങ്കിൽ നിന്ന് ഞാൻ പലിശക്ക് ലോൺ എടുത്തിട്ടുണ്ട്. എടുത്തിട്ടുണ്ട്. എന്നിട്ട് തിരിച്ചടച്ചോ? താല്പര്യമില്ല. താല്പര്യമില്ല. പൈസ എടുക്കും, തിരിച്ചടക്കാൻ താല്പര്യമില്ല. അപ്പൊ ഞാൻ വന്നതിന്റെ ഉദ്ദേശം എന്താണെന്നറിയാമോ? ജപ്തി നടപടിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സന്തോഷം. സന്തോഷം. അതായത് എന്താന്ന് മനസ്സിലായി ഞങ്ങളുടെ ജപ്തി നടപടി? എന്താ? ഇപ്പൊ നിങ്ങളൊരു കാറിനാണ് ലോൺ എടുത്തെങ്കിൽ ആ കാർ ഞങ്ങൾ കൊണ്ടുപോകും. കൊണ്ടുപോകും. വീടിനാ ലോൺ എടുത്തെങ്കിൽ വീട് ഞങ്ങൾ കൊണ്ടുപോകും. പൊളിച്ചിട്ട് പോക്കോന്നേ. ഇപ്പൊ സ്ഥലത്തിനാണ് ലോൺ എടുത്തെങ്കിൽ ആ സ്ഥലത്തെ മണ്ണടക്കം ഞങ്ങൾ കോരിക്കൊണ്ട് പോകും. സന്തോഷം. ആ ശരി. താൻ എന്തിനു വേണ്ടി ലോൺ എടുത്തേക്കണത്? ഞാൻ ഇവിടെ വിവാഹം കഴിക്കാൻ വേണ്ടി ലോൺ എടുത്തതാ. അപ്പൊ ഞങ്ങൾ ഭാര്യനെ ജപ്തി ചെയ്തോണ്ട് പോകും. ആ, ബാങ്കിന്റെ നിയമം തന്നെ. ഭാര്യയെ ഞങ്ങൾ ജപ്തി ചെയ്തോണ്ട് പോകും. സ്ത്രീകളെയൊക്കെ ജപ്തി നിയമമുണ്ട്. ഉണ്ടല്ലേ? മനുഷ്യ, നിങ്ങൾ ഇങ്ങനെ വായ്പ എടുത്ത് എനിക്കുണ്ടായ ഗതികേട് കണ്ടല്ലോ. അന്തമേ, നീ എന്താണ്? ഞാൻ പുള്ളിയോട് സംസാരിച്ചു നോക്കട്ടെ. അല്ല, ഒന്നും പറയണ്ട. ഭാര്യയെ ജപ്തി ചെയ്തോണ്ട് പോകും. അല്ല, ഞാൻ ചോദിക്കട്ടെ. ആ, ചോദിച്ചോ. ഈ ജപ്തി നടപടി ഒന്ന് ഒഴിവാക്കാനായിട്ട് എന്തെങ്കിലും നൂലാമല അഡ്ജസ്റ്റ്മെന്റ്? ജപ്തി നടപടി ഒഴിവാക്കാനായിട്ടൊരു പണി എന്താ ഉള്ളതെന്ന് വെച്ചാൽ പലിശയും കൂട്ടുപലിശ അടക്കണം. പലിശയും കൂട്ടുപലിശ അടിച്ചാൽ മതി. ആ. കുഴപ്പമില്ല. എടി ചാന്തമ്മ, പലിശയും കൂട്ടുപലിശ അടിച്ചാൽ മതി എന്നാ പറഞ്ഞ. എന്നാ ഇപ്പൊ വഴി ഉണ്ടാക്കാം. അനീഷേ, വിനീഷേ, വാ വാ വാ, ഓടി വാ. ദേ, ഇത് പലിശ, ഇത് പലിശ, ഇത് കൂട്ടുപലിശ. ഇത് കൊണ്ടുപോകും. കൂട്ടുപലിശ. ആ. അപ്പൊ മുതലോ? മുതലിവിടെ നിൽക്കട്ടെന്ന്. മുതലിവിടെ നിൽക്കുന്നിടത്തോളം കാലം വർഷം പലിശ കൃത്യമായിട്ട് അങ്ങോട്ട് അടച്ചോളാം. ഏ